നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലെത്തിയിരിക്കുകയാണ്. ഏതാനും രാശിക്കാർക്ക് വ്യാഴം വിപരീത രാജയോഗത്തെ ചെയ്യുന്നുണ്ട്. അപ്രകാരം വിപരീത രാജയോഗത്തെ ചെയ്യുന്ന രാശിക്കാർ ആരൊക്കെയാണ്? അവർക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ആ വ്യാഴത്തിന്റെ വിപരീത രാജയോഗത്തിലൂടെ കിട്ടുന്നത്? വ്യാഴത്തിന്റെ അനുഗ്രഹം അങ്ങനെ ലഭിക്കുന്ന രാശിക്കാരെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കഷ്ടകാലവും ഒക്കെ വന്നതിന് ശേഷം ഒരു വിപരീത രാജയോഗത്തിലേക്ക് അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് പോകുന്നതിനാണ് വിപരീത രാജയോഗം എന്ന് പറയുന്നത്. വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ്. ഏതാനും രാശിക്കാർക്ക് വ്യാഴത്തിന്റെ ആ സ്ഥിതി വിപരീത രാജയോഗവും ചെയ്യും. ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായതിനു ശേഷം നേട്ടങ്ങളും ഉണ്ടാകുക, അതാണ് വിപരീത രാജയോഗം. നമ്മുടെ ഭാരതീയ ജ്യോതിഷത്തിലെ സങ്കീർണമായിട്ടുള്ള ഒന്നാണ് വിപരീത രാജയോഗം. വിപരീതം എന്നാൽ എതിരായത് എന്നുള്ളതാണ്. പ്രതികൂല ഭാവങ്ങളുടെ അധിപന്മാരുടെ ദോഷം കൊണ്ട് ഉണ്ടാകുന്ന ഒരു യോഗമാണത്. കഷ്ടതകളും ദുരിതങ്ങളും പലതരത്തിലുള്ള ജീവിത നഷ്ടങ്ങളും നൈരാശ്യവും എല്ലാം ഈ യോഗത്തിന്റെ ഫലമാണ്. ആദ്യമെല്ലാം അത് അനുഭവത്തിൽ വന്നതിന് ശേഷം പിന്നീട് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രത്യേകത. നല്ല ദശാകാലമൊക്കെ ഉള്ളവർക്ക്, ഈ പറയുന്ന രാശിക്കാർക്ക് കഷ്ടകാലവും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതെ തന്നെ ഈ രാജയോഗത്തിലേക്ക് നേരിട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ പൂർണ്ണമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കുറച്ചൊക്കെ മനോബലം ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾക്ക് വേണ്ടതായിട്ടും വന്നേക്കാം. ഹർഷ, സരള, വിമല എന്നിങ്ങനെ 3 തരത്തിൽ വിപരീത രാജയോഗങ്ങൾ ഉള്ളതായിട്ടാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. വ്യാഴം ദേവഗുരുവാണ്. ദേവഗുരുവായിട്ടുള്ള വ്യാഴം ശുക്രന്റെ രാശിയായിട്ടുള്ള ഇടവൻ രാശിയിലാണ്. ശുക്രൻ ആഡംബരം പോലെയുള്ള കാര്യങ്ങളുടെ കാരകഗ്രഹമാണ്. ഇത്തരത്തിൽ ശുക്രന്റെ രാശിയിൽ വ്യാഴം എത്തുമ്പോൾ 3 രാശിക്കാർക്ക് പ്രത്യേകിച്ച് വിപരീത രാജയോഗമുണ്ട്. നമുക്ക് ആ രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. തുലാം രാശിക്കാർക്കാണ് വ്യാഴത്തിന്റെ ഈ വിപരീത രാജയോഗം മൂലം നേട്ടങ്ങൾ ഉണ്ടാകുന്നത്. തുലാം രാശിയിൽ വരുന്നത് ചിത്രയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴം തുലാം രാശിക്കാർക്ക് 3, 6 ഭാവങ്ങളുടെ അധിപനാണ്. നിലവിൽ 8ാം രാശിയിൽ 8ാമത്തെ ഭാവത്തിലാണ് വ്യാഴം കുടികൊള്ളുന്നത്. ശനി കേന്ദ്രസ്ഥാനത്തുണ്ട്. ഇക്കാരണങ്ങളാൽ തന്നെ വിപരീത രാജയോഗം മൂലം തുലാം രാശിക്കാർക്ക് ധനലാഭം, ഭൗതിക സുഖങ്ങൾ എന്നിവയ്ക്കുള്ള കാലമായിട്ട് ഇതിനെ കരുതേണ്ടിയിരിക്കുന്നു. എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രകടമാകുന്ന സമയമാണ്, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തും ബിസിനസ് കാര്യങ്ങളിലുമൊക്കെ. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവൻ രാശിയിലെ വ്യാഴത്തിന്റെ വിപരീത രാജയോഗം ധനുരാശിക്കാർക്ക് നേട്ടമുണ്ടാകും. ധനുരാശിക്കാരെ സംബന്ധിച്ച് കേതുവിന്റെ സ്വാധീനവും അവരിലുണ്ട്. രാഹു വ്യാഴത്തിന്റെ തന്നെ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ധനലാഭവും ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളിലൊക്കെ ഭാഗ്യങ്ങളും, കൂടാതെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലവും അങ്ങനെയുള്ള നേട്ടങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. ധനുരാശിക്കാരെ സംബന്ധിച്ച് വാഹനം വാങ്ങുക, പുതിയ വസ്തുവകകളൊക്കെ വാങ്ങുക തുടങ്ങിയ നേട്ടങ്ങളും ഉണ്ടാകാം. വിപരീത രാജയോഗം ലഭിക്കുന്ന 3 രാശിക്കാരിൽ 3ാമത്തെ രാശി കർക്കിടകം രാശിയാണ്. കർക്കിടക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ 1/4 ഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകൻ രാശിയുടെ 6, 9 ഭാവാധിപനാണ് വ്യാഴം. 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കർക്കിടകൻ രാശിക്കാർക്ക് സൂര്യന്റെയും കേതുവിന്റെയും സ്വാധീനം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വരുമാനത്തിൽ പ്രകടമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് തുറന്നു കിട്ടുന്നതാണ്. ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകും. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. 3 രാശിക്കാരാണ് വ്യാഴത്തിന്റെ പുതിയ രാശിസ്ഥിതി മൂലമുള്ള വിപരീത രാജയോഗം നേടുന്ന രാശിക്കാർ. ഈ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നതിന് ജാതകത്തിലെ ദശാകാലവും കൂടി അനുകൂലമായിരിക്കണം. അല്ലാത്ത പക്ഷം അല്പസ്വല്പമൊക്കെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചതിന് ശേഷം ഈ നേട്ടങ്ങളൊക്കെ വന്നു ചേരാം. എല്ലാവർക്കും നല്ല സമയമാകട്ടെ, എല്ലാവിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.